വെള്ളം കുടിക്കും മക്കളെ. ഇത്ര വെള്ളം കുടി. പറയുന്ന കേൾക്കാൻ. എന്നാ ഇവിടെ ഇരുന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകണം. അവിടെ ഇരുന്നു. പാറ്റ വെട്ട് പാറ്റ. എന്താ ഇത്ര വാശി വെള്ളം കുടിക്കാൻ? ഞാൻ പോകുന്നു. നീ അവിടെ ഇരുന്ന്. പപ്പ പോയിട്ട് വരും. ബായ് പറ. പോ ചെല്ല്. ഒരു ഉമ്മ എടുത്തിട്ട് വന്നു. ചെല്ല് 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 ചെല്ലാൻ. എന്തിനാ അതെടുത്ത് രാവിലെ കാണിച്ചത്? കണ്ണീര് വരെ വന്ന് കള്ളക്കരച്ചിലെറിഞ്ഞ്. ഉമ്മ കൊടുത്താ തരാം. കൈയിരിപ്പുണ്ട് പപ്പേര. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്ക. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ മനസ്സിലാവാത്ത പോലെ ആയിരിക്കുന്നത്. കരഞ്ഞാ മൂക്കുന്ന് വരും. മുട്ടായി തരാവാ. ഓക്കെ ബൈ. വെള്ളം കുടിക്കാൻ പറഞ്ഞ. As a mother, I am tired, not only some days but also every day എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എൻ്റെ ഇതിങ്ങനെ തന്നെയായിരിക്കും. ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഇതുപോലെ നിലവിളി, കൊലവിളി, പിന്നെ വാശി എല്ലാം കൊണ്ടാണ്. എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ രാവിലത്തെ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കാൻ പോവുകയാണേ. ഞങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് അരി മതിയാവും. ചിലപ്പോൾ എന്ന് വെച്ചാൽ രാത്രിയും കൂടെ കഴിക്കാൻ വേണ്ടി. ഉച്ചയ്ക്ക് ഞാനും മോള് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ചോറ് അതിനകത്തുണ്ടാവും. ഇപ്പം മീനുള്ളത് കൊണ്ടാണ് ഞാൻ രാത്രിയും കൂടെ ചോറാക്കുന്നത്. കുളിച്ച് കുട്ടപ്പയായോ? എന്തിനീ കൊച്ചിന് കരയുന്ന എപ്പോഴും? എന്താ പറ. കുക്കർ പേടിയാണോ? സൗണ്ട് കേൾക്കൂല ഇപ്പം. ബാ. പിങ്കിയും കെട്ടിപ്പിടിച്ചിട്ട് മിണ്ടാതെ കിടക്കണേ കേട്ടാ. മിട്ടുവിനെയും കെട്ടിപ്പിടിച്ചോ. മിട്ടു എവിടെ? ഓക്കെ കെട്ടിപ്പിടിച്ചേ. TV ഇട്ട് തരാമേ കേട്ടാ. ഞാൻ TV ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത്. കുളിച്ചിട്ട് വന്നപ്പം ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തുനിന്ന് അച്ചാറെടുത്ത് വെളിയിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഭാഗ്യത്തിന് വേറൊന്നും എടുത്തില്ല. അല്ലാത്തപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ചാവി വെച്ച് ഇത് പൂട്ടി വെച്ചിട്ടാണ് പോവാറ് കുളിക്കാൻ. പക്ഷേ എൻ്റെ ചാവി മിസ്സായിപ്പോയി. അതിന് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഞാൻ നോക്കണം. മാച്ചതാമേ. കഴിക്കാമോ? ഫുഡ് തരട്ടാ. ഇത് ഞാൻ തോരൻ വയ്ക്കാൻ പോവാണേ. എന്നുവെച്ചാൽ എനിക്കിഷ്ടമല്ലാത്ത ഒരു സാധനമാണ് ഈ അമരയ്ക്ക എന്ന് പറയുന്നത്. ഈ അമരയ്ക്ക അതുകൊണ്ട് ഞാൻ ക്യാരറ്റും ബീൻസുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തോരൻ വയ്ക്കുന്നത്. അതാകുമ്പോൾ എങ്ങനെയെങ്കിലും കഴിക്കാമല്ലോ.
എനിക്കെപ്പോഴും കിച്ചണിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കൗണ്ടർ ടോപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അതിൻ്റെ പുറത്ത് കുറേ സാധനങ്ങളൊന്നും വാരി വെച്ചിട്ട് എനിക്കിഷ്ടമേ അല്ല കാര്യം. അതുകൊണ്ട് ഞാൻ അപ്പോഴപ്പോഴുള്ളതെല്ലാം കഴുകിയിട്ട് നമുക്ക് ഈ താഴെ വെക്കാറാണ് പതിവ്. കാര്യം മറ്റേ കബോർഡ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വെക്കണത്. പിന്നെ ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. ഇച്ചിരി അങ്ങോട്ട് നിന്ന് തിരിയാൻ ഒരു 2 ആൾ നിന്നാന്ന് അറിയുന്ന അത്രയുമാണ്. ഭയങ്കര ചെറുതാണ് കേട്ടോ കിച്ചൺ എന്ന് പറയുന്നത്. എന്തൊരു വെയിൽ! എത്ര മണിയായി? 12 മണിയായി. അയ്യോ എന്താ വെയിൽ! ഓണം കഴിഞ്ഞിട്ടുള്ള ആ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിപ്പോയി. കാര്യം ഗോവയിൽ പോയി തിരിച്ചു വന്ന് എൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ പോയി 2 ദിവസം. അപ്പം എന്താണ് ബാക്ക് ടു മൈ നോർമൽ ലൈഫ് അല്ലെങ്കിൽ നോർമൽ റുട്ടീനിലോട്ട് ഇപ്പം പോകുന്നേ ഇല്ല. അപ്പോൾ പണിയോട് പണി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ എന്ന് വെച്ചാൽ എന്തോ എനിക്കറിയത്തില്ല, ഭയങ്കര തിരക്കും എല്ലാം നോർമലായിട്ട് വരുന്നേ ഉള്ളൂ. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തുണികൾ കഴുകാൻ ഇഷ്ടം പോലെ അവിടെ പോയത് പിന്നെ വന്നിട്ടുള്ളത് ഒക്കെ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ മെഷീനിലിട്ടിട്ട് പിന്നെ നമ്മൾ ആമിയുടേതും എൻ്റെതൊക്കെ ചെറിയ ചെറിയ തുണികളൊക്കെ ഞാൻ തന്നെ വാഷ് ചെയ്തിടാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എല്ലാം ഒന്ന് സ്റ്റേബിൾ ആവുന്നവരെ പാട് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഈ ബെഡും കട്ടിലും എല്ലാം മേടിച്ചിട്ട് വന്നത്. പക്ഷേ ഒരു ഉപയോഗവും ഇല്ലാതെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ആരെങ്കിലും വരുമ്പം ഇവിടെ വരുന്ന ആൾ ഇവിടെ കിടക്കാറുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ വന്നില്ലേ, അപ്പോൾ അവർ കിടക്കും. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റൂം പിന്നെ ഈ കട്ടിലൊക്കെ യൂസ് ചെയ്യണത്. ഞങ്ങൾ ആമി ഉള്ളതുകൊണ്ട് ഉരുണ്ടൊക്കെ താഴെ വീണിട്ടുണ്ട് അവൾ ബെഡിൽ കിടത്തിയപ്പം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹാളിൽ പായ വിരിച്ചിട്ട് അതിനകത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ കട്ടിൽ എന്തിനാണ് വാങ്ങിച്ചതെന്ന് കേട്ടോ. മുമ്പേയൊക്കെ തറയിൽ കിടക്കാൻ അയ്യോ നടുവേദന അങ്ങനെ ഇങ്ങനെ, പക്ഷേ ഇപ്പോൾ തറയിൽ കിടന്നില്ലെങ്കിലാണ് ഒരു അസ്വസ്ഥതയും സ്വസ്ഥതക്കേടും ഒക്കെ. ഇപ്പോൾ അതങ്ങ് ശീലമായെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. സോഫ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതാണ് സോഫയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 3 കട്ടിലിൽ ഒരെണ്ണം ഹാളിലിട്ടിട്ട് അതിനകത്ത് 2 മെത്തയും കൂടി ഇട്ടപ്പോഴത്തേനും ഞങ്ങളുടെ സോഫ റെഡിയായി. കാര്യം ഹാളിൽ നമുക്ക് ടി വി ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് കിടന്ന് കാണാനും പെട്ടെന്ന് ഇരിക്കാനും അങ്ങനെ സോഫയുടെ എന്തൊക്കെ യൂസ് ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഈ കട്ടിലാണ് കേട്ടോ ഫുൾഫിൽ ചെയ്യണത്. ഇന്ന് എന്തെന്നില്ലാത്ത ഭയങ്കര ചൂടായിരുന്നേ. മഴയെന്ന് പറയുന്നതും ഇല്ല, തണുക്കുന്നോ ഇല്ല. എനിക്കറിയത്തേ ഇല്ല ഇവിടുത്തെ കാലാവസ്ഥ എന്താ ഇങ്ങനെയെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് തളർന്ന് കുഴയുന്ന അവസ്ഥയിൽ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഞാനിവിടെ എപ്പോൾ തണുപ്പാവും എന്നാണ് ആശിച്ച് കൊതിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഏത് മാസമാണ്? സെപ്റ്റംബർ ആയിട്ട് കൂടെ ഒന്ന് തണുക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഇന്നലത്തെ മീൻകറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചട്ടിയിലകത്ത് ചോറെല്ലാം ഇട്ട് വിരകിയിട്ട് അത് കഴിക്കാൻ വിചാരിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് കേട്ടോ. മെഴുക്ക് വരട്ടി, ചട്ടിയിലിട്ട് ചോറ്, പിന്നെ 2 തലക്കറിയായിരുന്നു ഇന്നലെ. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. വായിന്ന് വെള്ളം വരുന്നു സത്യം പറഞ്ഞാൽ. കഴിച്ചോളാം വയ്യ. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സ്വീറ്റ് കഴിച്ചാലേ പറ്റുള്ളൂ. സോ ഇത് അലുവ, ബ്ലാക്ക് അലുവയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. 1 കിലോ ഉണ്ടായിരുന്നേ. ഇപ്പോൾ അതാ ഇത്രേ ഉള്ളൂ. ബാക്കി ഫുൾ കാലിയാക്കി. വയറ് തുറന്ന് കാണിച്ച് നോക്കട്ടെ, കാണിക്ക്. ഇത് അടിയിൽ കൂടെ പൊക്കി കാണിച്ചേ. ഇത് ആര് പറഞ്ഞു ഇങ്ങനെ എടുത്ത് വെക്കാൻ? ഇത് ഇങ്ങ് കൊണ്ടുവാ നോക്കട്ടെ. ഇതെന്തിനടുത്ത് വയറ്റിട്ട് വെക്കണേ? എന്തിനാ അവിടെ വെക്കുന്ന പറ. ഒളിപ്പിച്ച് വെച്ചാണോ? ഓക്കെ, ഇവിടെ നോക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്.